ഹായ് ഹോൾ വെൽക്കം ബാക്ക് #ഡിസൈൻ ഷെയ്ൻ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട എങ്ങനെ മേക്ക് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ത്രെഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബീഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ദുപ്പട്ടയ്ക്ക് വേണ്ടി. പിന്നെ സ്കാലപ്പിംഗ് ആണ് ദുപ്പട്ടയുടെ 4 സൈഡിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഫസ്റ്റത്തെ വീഡിയോയിൽ സ്കാലപ്പിംഗ് ഉള്ള എങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേറൊരു ദുപ്പട്ടയായിരുന്നു. അതിൽ ഈ ദുപ്പട്ടയുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു, പക്ഷേ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ ദുപ്പട്ടയാണ്. അപ്പോൾ അതിൽ ഇതുപോലെ ത്രെഡ് എംബ്രോയ്ഡറി ബീഡ് വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഇത്രയും വിഡ്ത്ത് ആവശ്യമില്ല ദുപ്പട്ടയ്ക്ക്. അപ്പോൾ എത്രയാണ് വിഡ്ത്ത് വേണ്ടത് അത്ര എടുത്ത് ബാക്കി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ വിഡ്ത്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ 43 വിഡ്ത്ത് ഉണ്ട്, പക്ഷേ ഞാൻ 43 വിഡ്ത്ത് എടുക്കുന്നില്ല. അപ്പോൾ ദുപ്പട്ടയെ ഇതുപോലെ ഒരു ഫാബ്രിക് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും 6 ഇഞ്ച് വിഡ്ത്ത് ഞാൻ മൈനസ് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി വരുന്ന വിഡ്ത്തില്ല, ഇത്രയും വിഡ്ത്താണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം ചെയ്ത് കൊടുക്കുന്നത് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ്, നൂൽ വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ലീഫ് മോട്ടീവാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ത്രെഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു വക്രം വെച്ച് കൊടുക്കാൻ അത് കുറച്ച് ലൂസായത് കൊണ്ട് ഞാനിതുപോലെ ആ ഒരു ഫാബ്രിക്കിന് ഫോൾഡ് ചെയ്ത് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അതിന് മുകളിലാണ് വക്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ത്രെഡ് എംബ്രോയ്ഡറി കാണാം. ഇപ്പോൾ ത്രെഡ് എംബ്രോയ്ഡറി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഷുഗർ ബീഡാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്കിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഇതുപോലെ ദുപ്പട്ട ചെയ്യുന്ന വീഡിയോയിൽ ക്ലാരിറ്റിയോട് കൂടി ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തതിൻ്റെ ലാസ്റ്റിലാണ് ഞാൻ സ്കാലപ്പിങ് കാണിക്കുന്നത്. അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് സ്കാലപ്പിംഗ് വർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചില ഫോട്ടോസിലൊക്കെ നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോസിലൊക്കെ അതിൻ്റെ ഭംഗി നന്നായി കാണാൻ പറ്റുന്നുണ്ട്. ഒരു സെൻട്രൽ ബീഡ് വർക്കും ഒരു മോട്ടീവ്സും. പിന്നെ സ്കാലപ്പിന് വേണ്ടി ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷാളിലേക്ക്
ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതുപോലെ ഒരു ബോർഡ് എടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഷേപ്പ് ചെറുതോ വലുതോ ആയിട്ട് എടുക്കാം. ഇത് കുറച്ച് വലിയ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷാളിൻ്റെ മറ്റേ വശം ഞാൻ ചെറിയ ഷേപ്പിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വശത്തേക്ക് ഒരു വലിയ ഷേപ്പാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തതിന് മുകളിലായിട്ട് ത്രെഡ് കൊണ്ട് നോർമൽ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തതിന് മുമ്പ് ഞങ്ങൾ വരച്ച ആ ഒരു ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കാണുന്ന ഒരു ഫോട്ടോയിൽ കാണുന്ന ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, നോർമൽ മെഷീനിൽ എങ്ങനെ ഒരു ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ ഇതുപോലെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു മുഴുകുത്തിരിയുടെ ഇതിൽ വെച്ചാണ് ഇതിൻ്റെ സൈഡ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ലൈറ്ററോ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിനുള്ള ടൂൾസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു മെഴുകുതിരിയിലാണ് ചെയ്തെടുത്തത്. ഇപ്പോൾ ഇതുപോലെയുള്ള ദുപ്പട്ട ഒന്ന് മേക്ക് ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കീപ്പ് വാച്ചിങ്.